ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഓട്സ് കൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ നോക്കുന്നത്. ഓട്സ് ഓംലെറ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എപ്പോഴും ഓട്സ് കൊണ്ട് നമ്മളൊരു റെസിപ്പി ഉണ്ടാക്കാതെ ഇത് നല്ല വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ രാവിലെ ഇത് നമ്മൾ ഉണ്ടാക്കി ഉടനെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ഫില്ലിംഗ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. ഈ സ്പൂൺ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുക. പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. പാലൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് ഞാനിപ്പോൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മുട്ടയുടെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുട്ടയുടെ അളവ് കൂട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് 2 പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. കുരുമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ തൽക്കാലം ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഓരോ ടേബിൾ സ്പൂൺ വീതം കുറച്ച് സവോള, ഒരു കുഞ്ഞ് സവോളയുടെ പകുതിയേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം, അത് 2 നന്നായിട്ട് നമ്മൾ ഓംലേറ്റിനൊക്കെ അരിയുന്ന കണക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി. ഇതെല്ലാം ഞാൻ ഇപ്പോൾ ക്യാരറ്റ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഒരു ചെറിയ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ചെറിയ തക്കാളിയുടെ പകുതി. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഓട്സ് ഉണ്ടല്ലോ, അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഫോർക്ക് കൊണ്ടോ ഒരു വിസ്ക് കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ പച്ചമുളകൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിത് ഹെൽത്തിയാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഇത് കഴിക്കാനാണെങ്കിൽ നല്ലൊരു റെസിപ്പിയാണിത്. വെറും ഇത് മാത്രം കഴിച്ചാൽ മതി, വയറ് നല്ല ഫില്ലിംഗ് ആയിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വയ്ക്കാം. ആ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അത് എല്ലാ ഭാഗത്തേക്കും, പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കുക. അതിനുശേഷം നമ്മൾ മുട്ടയുടെ മിക്സ് ഒന്ന് നന്നായിട്ട് കുറച്ചുകൂടെ ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസൊക്കെ സെൻറ്ററിലായിട്ടായിരിക്കും കിടക്കുക. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് സൈഡിലേക്ക് മാക്സിമം എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ലോയിലാക്കുക. ലോയിലാക്കിയതിന് ശേഷം ഒരു അടപ്പുകൊണ്ട് നമ്മൾ അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഫ്ലെയിം എപ്പോഴും ലോയിൽ തന്നെ ആക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഒരു വശം നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മളിത് ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും അടിവശം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. പാനിലേക്ക് തിരിച്ചിട്ടിട്ട് വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ട് തന്നെയാണ് ഒരു 2 മിനിറ്റോടെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓംലെറ്റ് ഇവിടെ നന്നായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓട്സ് ഓംലെറ്റ് ഉണ്ടാക്കിയ ഉടനെ തന്നെ ചൂടോടുകൂടി രാവിലെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.